തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. ദൈവാത്മജനുടെ ദിവ്യവിരുന്നിൻ നിർമ്മല നിമിഷമിതാ. ദൈവാത്മജനുടെ ദിവ്യവിരുന്നിൻ നിർമ്മല നിമിഷമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും വിരഹമുഹൂർത്തമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും വിരഹമുഹൂർത്തമിതാ. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹിക്കും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യത്തിന് തിരുനാൾ ഇന്നേ ദിനം സഭ ആഘോഷിക്കുകയാണ്. ഒരു പുതിയ ഉടമ്പടിയുടെ ചരിത്രമാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 10ാമത്തെ വായനയിൽ പഴയ ഉടമ്പടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് അറിവാനായിട്ട് സാധിക്കും. എല്ലാ ഉടമ്പടികളും അർത്ഥമാക്കുന്നത് ദൈവവുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ്. പരിശുദ്ധ കുർബാന ക്രിസ്തു സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഉടമ്പടി എടുക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും, നിങ്ങളും എന്നോടൊപ്പമായിരിക്കും. എൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ ഇത് പ്രാവർത്തികമാക്കുമെന്ന് 10ാമത്തെ വായനയിൽ നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവും സുവിശേഷത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭക്ഷണമാണ് തൻ്റെ ശരീരവും രക്തവും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ക്രിസ്തുവുമായ ബന്ധത്തിൽ ദൃഢമായി ഉറച്ചു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുന്നവർ. അപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയോട് കാണിച്ച നിന്ദകളെയോട് ഈ ബലിവേദിയിൽ മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് വരും. സർവശക്തനായ ദൈവത്തോട് സഹോദരൻ നിങ്ങളോട് ഞാൻ എന്ത് പറയുന്നു? എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ തികനിക പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ
ആദരമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായ ഈ കുദാശയിലൂടെ അങ്ങേ പീഡാസകരുടെ സ്മാരകം ഞങ്ങൾക്ക് നൽകി. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ വളർന്നുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാണ്. പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. കർത്താവിന്റെ വചനം. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെയും പുത്രൻ തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു.
ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, വരാനിരിക്കുന്ന നന്മകളും പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതവുമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളകൾക്കിടയിലൂടെയോ രക്തത്തിലൂടെയോ അല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളകൾക്കിടയിലൂടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവിത പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലഭിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായിത്തീർന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവിലൂടെ വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പെസഹ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു: നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക: ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെ? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവർ കാണിച്ചു. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കും. ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിൽ അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് സ്വീകരിക്കുവിൻ, ഇതെന്റെ ശരീരം. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവർ അവരോട് അരുളി ചെയ്തു: ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയും. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിമലിലേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങയെ സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നെല്ലാം ഉടമ്പടിയെക്കുറിച്ചാണ്. പെസഹ ആചരണം, ഉടമ്പടി, ഈ 2 കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഇന്നത്തെ വായന. മനുഷ്യരുടെ ചരിത്രം പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള മനുഷ്യരാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിഭാഗം ജനത കൃഷി ചെയ്ത് ജീവിക്കുന്നവര്, മറ്റൊരു വിഭാഗം ജനത അത് നാടുകൾ തോറും ചുറ്റി നടക്കുന്ന സഞ്ചാരികളായ ഒരു സമൂഹം.
വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ രണ്ട് കൂട്ടരെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആട്ടിടയന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ ആട്ടിടയന്മാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കൃഷിക്കാരായ ഒരു സമൂഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരും തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു, അവരുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ അവസരം. ആട്ടിടയന്മാർ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മേച്ചിൽ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ആരംഭിക്കുമ്പോൾ, അന്ന് വരെ തങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ മേച്ചിൽ സ്ഥലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലികൾ അർപ്പിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. കൃഷിക്കാരൻ ഗോതമ്പൊക്കെ വിളയുമ്പോൾ അതിൻ്റെ കതിർമണികൾ ആദ്യമായി എടുത്ത് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ രണ്ട് സംഭവങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാണ് പെസഹയിലൂടെ ദൈവം ചെയ്യുന്നത്. രണ്ട് വിഭാഗം ജനത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും കടന്നു പോകുവാനായിട്ട് പരിശ്രമിക്കുന്ന ആ ദിവസം രാത്രിയിൽ ദൈവം അവരോട് പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് പെസഹ ആഘോഷിക്കണം, എപ്രകാരം ഭക്ഷിക്കണമെന്നൊക്കെ വളരെ മനോഹരമായിട്ട് വിശദമായിട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. അങ്ങനെ ആദ്യമായിട്ട് പെസഹയ്ക്ക് ഒരു പുതിയ അർത്ഥമുണ്ടാകുന്നു. കടന്നു പോകലെന്ന അർത്ഥം അടിമത്തിൽ നിന്ന് മോചനത്തിലേക്ക് കടന്നു പോകല. രണ്ട് തിരുനാളുകളെയും രണ്ട് കൂട്ടം മനുഷ്യരും ഉപയോഗിച്ച തിരുനാളുകളെയും ദൈവം യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അർത്ഥം അവിടെ കൊടുക്കുകയാണ്. നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോവുകയും അവിടെ നിന്ന് അവർ സീനായി മലയിലെത്തുന്നു. സീനായി മലയിലേക്കുള്ള 40 വർഷത്തെ യാത്രയിൽ ദൈവത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണിത്. തന്റെ ജനം താൻ ഉദ്ദേശിച്ചതുപോലെ അവർ പലപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ആദ്യം അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു. അവിടെ ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നു. മന്ന കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ഒരു ഭക്ഷണം, ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വിഭവം ദൈവം ഞങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 3 അധ്യായങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ മനുഷ്യർ തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ഈ ഭക്ഷണം ഞങ്ങൾക്ക് ദൈവം നൽകിയെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത്, വിലകെട്ട ഈ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടുത്തു. ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിന് മുമ്പിൽ ധാരാളം ഇറച്ചി കഴിച്ചിരുന്നവരാണ് ഞങ്ങൾ. എന്തിനാ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു കൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം വീണ്ടും ഇറച്ചി നൽകി, കാടപ്പക്ഷികളെ നൽകി അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പലപ്പോഴും മറുതലിപ്പിൻ്റെതായ ഒരു സ്വഭാവം, ഒരു സവിശേഷത അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സീനായി മലയിൽ ദൈവം പറയുക, നീ ഞാനുമായിട്ട് ഒരു ഉടമ്പടി, നീ ഞാനുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഉടമ്പടിയുടെ ആവശ്യമാണ്. 50-ാം ദിവസം സീനായി മലയിൽ മോശ ജനത്തെ കൊണ്ടുവന്നിട്ട് മോശ മാത്രം മുകളിലേക്ക് കയറി ചെന്ന് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുക, ഒരു ഉടമ്പടിയുടെ ആവശ്യകതയെക്കുറിച്ച്. ഞാനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാകും. കൽപ്പനകൾ എഴുതി കൊടുത്തു. ആ കൽപ്പനകൾ കൊണ്ടുവന്ന് മോശ താഴെ ജനത്തോട് വായിച്ചപ്പോൾ അവർ ആമേൻ പറഞ്ഞു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഞങ്ങൾ ഇതൊക്കെ തന്നെ പാലിക്കാം. പിന്നീട് പാലിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇതൊക്കെ തന്നെ പാലിക്കാമെന്ന് പറയുമ്പോഴാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഉടമ്പടി എന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കാളകൾ അല്ലെങ്കിൽ ബലിവസ്തുക്കൾ അതിനെ ബലിപീഠത്തിൽ അർപ്പിക്കുന്നു. അതിനെ കൊന്നതിന് ശേഷം അതിന്റെ രക്തമെടുത്ത് ബലിപീഠത്തിൽ വയ്ക്കുന്നു. നമുക്കറിയാം, ബലിപീഠം എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ മുട്ടിന്മേൽ നിന്ന് ബലിപീഠത്തിൽ പ്രാർത്ഥിക്കുക. വിരിച്ചൊരുക്കിയിരിക്കുന്ന ബലിപീഠം ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യമാണ്. ആ ബലിപീഠത്തിലേക്ക് ആ ബലിവസ്തുവിന്റെ രക്തമെടുത്ത് വയ്ക്കുമ്പോൾ ആ ജനം കരുതിയത് രക്തത്തിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നാണ്. കാരണം അവർക്ക് പരിചയമുണ്ടായിരുന്നു, രക്തം വാർന്നു പോകുമ്പോൾ എല്ലാ ജീവികളും മരിക്കുന്നത്. അപ്പോൾ ആ ജീവൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ആ ബലിപീഠത്തിലെ രക്തമെടുത്ത് വെക്കുമ്പോൾ അത് ദൈവത്തിന്റെ രക്തമായിട്ട് മാറും.
ആ രക്തത്തിൽ ഒന്നാമത്തെ വായന പറഞ്ഞത് പ്രകാരമാണ്, ആ രക്തത്തിൽ പകുതി എടുത്ത് ആ ജനത്തിന്റെ മുകളിൽ അവർ തളിച്ചു, പകുതി ബലിപീഠത്തിൽ ഒഴിച്ചു. എന്താണ് അർത്ഥമാക്കുന്നത്? അന്ന് മുതൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം രക്തബന്ധമായിട്ട് മാറി. ഞാനും നീയുമായിട്ട് ഒരു പുതിയ ഉടമ്പടി ഏൽപ്പിച്ചിരിക്കുന്നു. നീയും ഞാനും ഇനി രക്തബന്ധുക്കളാണ് എന്ന ചിന്തയാണ് ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്നത്. സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഉടമ്പടിക്ക് കുറച്ചുകൂടെ മാറ്റുകൂട്ടുകയാണ് ക്രിസ്തു തന്റെ ശരീരവും രക്തവും എടുത്തുകൊണ്ട്. യഹൂദ ജനത്തോട് പറയേണ്ട കാര്യമില്ല ഇത് ആവർത്തിക്കുവാനായിട്ട്. കാരണം പെസഹ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നത് എപ്രകാരമാണ് നടത്തണമെന്ന് വിശുദ്ധ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്താണ് ക്രിസ്തു ആവർത്തിക്കുവാനായിട്ട് പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞ ഈ വചനങ്ങൾ, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, ഇതാണ് ഓർമ്മിപ്പിക്കുവാനായിട്ട് തന്റെ ജനത്തോട് ആവശ്യപ്പെട്ടത് ക്രിസ്തു. ഒരു പുതിയ ഉടമ്പടി, ഇന്നലകളിലെ ഉടമ്പടികൾ അതാർക്കുള്ള ലേഖനങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇന്നലകളിലെ ഉടമ്പടികൾ നീ ലംഘിച്ചതിനാൽ, ആ ഉടമ്പടികളുടെ രക്തബന്ധം നീ ഉപേക്ഷിച്ചതിനാൽ നിനക്ക് ഞാനിതാ ഒരു പുതിയ ഉടമ്പടി നൽകുകയാണ്. ഞാൻ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുകയാണ്. ഞാൻ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സദൃശ്യത്തിൽ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കുക, യേശു എടുത്തു വയ്ക്കുന്ന അപ്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്റെ ശരീരമാകുന്നു എന്ന് യേശു പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ ശരീരമാണ്. കാരണം ആ ശരീരം ഭൂമിയിൽ ജീവിച്ചത് അത് ഉരുവായ നിമിഷം മുതൽ അത് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണ്. ഓരോ നിമിഷവും തന്റെ സഹോദരന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് തുടിച്ച ഒരു ഹൃദയമാണ് ക്രിസ്തുവിനുണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമെന്ന് നമ്മൾ പഠിച്ചു നോക്കുക. എപ്പോഴും അന്യർക്ക് വേണ്ടിയിട്ട് മാത്രം, അത് ലാസ്റ്റ് നിവർത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും തന്റെ സഹോദരന് വേണ്ടി, തന്റെ ചുറ്റിലുമുണ്ടായിരുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ട് തുടിച്ച ഒരു ഹൃദയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ഇത് എന്റെ ശരീരമാണ്. ഇന്നലകളിൽ ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇനിയും ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും എന്നാണ് ക്രിസ്തു പറയുന്നത്. ഈ രക്തം പാപമോചനത്തിന്റെ രക്തമാണ് എന്ന് കർത്താവ് പറയുന്നു. നമുക്ക് പിന്നീട് സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. കാൽവരിയിലെ മലയിൽ ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വിറ്റിട്ട് വീണ രക്തകണങ്ങൾ പാപിയായ മനുഷ്യന്റെ മുകളിൽ പതിച്ചിട്ടുണ്ട്. അവനെ അവിടുന്ന് ആ രക്തത്തിലൂടെ കഴുകി വെടിപ്പാക്കുകയായിരുന്നു. ഭൂമിയിൽ വീണ രക്തത്തുള്ളികൾ ഭൂമിയെ തന്നെ കഴുകി വെടിപ്പാക്കി. ആ കഴുകി വെടിപ്പാക്കിക്കൊണ്ട് പുതിയ ഒരു ബന്ധത്തിന് ക്രിസ്തു തുടക്കം കുറിക്കുകയാണ്. നീ വീണ്ടും എന്റെ രക്തബന്ധുവാകുകയാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ രക്തം മനുഷ്യരുടെ ഹൃദയം അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് തളിക്കപ്പെട്ടപ്പോൾ അവനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം രക്തബന്ധമായതുപോലെ ഇതാ ക്രിസ്തു തന്റെ രക്തം മനുഷ്യന്റെ മേൽ തളിച്ചുകൊണ്ട് ഞാനും നീയുമായിട്ടുള്ള ബന്ധം പ്രതീകാത്മകമായിട്ട് ഇതാ രക്തബന്ധമായിട്ട് മാറി. ഈ രക്തബന്ധത്തിൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നിൽ ക്രിസ്തു നൽകപ്പെടുന്നു എന്ന ബോധ്യത്തോടുകൂടി ഞാൻ ക്രിസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്. ഒരു പുതിയ ഉടമ്പടിയുടെ വക്താക്കളായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. ആ പുതിയ ഉടമ്പടിയിലൂടെ നാം ക്രിസ്തുവിന്റെ സഹോദരരായിട്ട് മാറുകയാണ് എന്ന ചിന്തയോടുകൂടെയാണ് പരിശുദ്ധ കുർബാന നാം ഓരോ ദിവസവും സ്വീകരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ക്രിസ്തുവിന്റെ അംശം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം, മറ്റൊരു ക്രിസ്തുവായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് ഗലാത്യരുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇനിമേലും ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണവും ഇതിനുള്ള ആത്മീയമായ ശക്തി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ബലി വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും സർവശക്തനായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാവർക്കും പിതാവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവരെയും സൃഷ്ടിക്കപ്പെടാത്തതും
പിതാവുമായ സകലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവ് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പിടകൾ ശ്രദ്ധിച്ച് മരിച്ചു അടക്കപ്പെട്ടു. വിശദങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുമാതിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയും കർത്താവും ചെയ്താലും പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്നവർ പിതാവിനോടും പുത്രനോടും ആരാധിക്കപ്പെടുന്നവർ സ്തുതിക്കപ്പെടുന്നവർ പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കും. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും താവക പദതാരിലമ്പോടേകുമി ചെറുകാഴ്ചകൾ സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ തളികയിലപ്പമോടൻ ഹൃത്തടം ഞാൻ ചേർത്തിടാം. ഈ തളികയിലപ്പമോടൻ ഹൃത്തടം ഞാൻ ചേർത്തിടാം. ചിന്തവാക്കുകൾ കർമ്മമെല്ലാം എന്തിനെൻ മുഴുവനും ചിന്തവാക്കുകൾ കർമ്മമെല്ലാം എന്തിനെൻ മുഴുവനും സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും താവക പദതാരിലമ്പോടേകുമി ചെറുകാഴ്ചകൾ സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും. സഹോദരന്റെയും നിങ്ങളുടെയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിയും മഹിമയും നമ്മുടെയും അവിടുത്തെ സഭകളുടെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളുള്ള സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചകൾ വഴി ഔദാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. നിത്യസത്യ പുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മലാഖമാരുടെ പ്രധാന മലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ ബന്ധങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം
ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനൊരു ജനത്തെ ഒരുമിച്ച് കൊടുത്തത് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്തു അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ താഴും കഴിയും പാത്രമെടുത്തു അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു.
അങ്ങേ സഭയുടെ ഈ ബലികൾ കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കണം. വിശിഷ്യാദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലൂടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ബലി സർവ്വലോകത്തിന്റെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവേൽ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുള്ള എല്ലാവരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ തന്നെ അങ്ങേ തിരുവനന്തപുരം അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടല്ലേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കും. ഞങ്ങളുടെ മുതിയടന്റെ സഹോദരനെയും അങ്ങേ പ്രിയപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കും. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ നിബോധിതരായി നിർഭയം നാം കേൾക്കുന്നു. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിന് മുതലാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാവ്, ദൈവത്തിൻ്റെ പാപം നീക്കുന്നു. ദൈവത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിനെ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ, വാവാ നീ എന്നുള്ളിൽ സ്നേഹം നിറയ്ക്കുവാൻ ആശയോടെ ഞാനിതാ കാത്തിരിപ്പൂ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. അരൂപിയിലുള്ള ദിവികാരുടെ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ മുന്നിൽ വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വിവാഹ പരസ്യം. നെയ്യാറ്റിൽ 20 നെല്ലിമുറിടവക പിണർവെട്ടിയ വിളവീട്ടിൽ ശ്രീ നെൽസന്റെയും ശ്രീമതി സുഗതകുമാരിയുടെയും മകൻ ഷാജിയും, നെയ്യാറ്റിൽ 20 ഉള്ളുളയിടവക വെട്ടിയറത്തല രാജ്ഭവനിൽ ശ്രീ തങ്കരാജിൻ്റെയും ശ്രീമതി ക്രിസ്റ്റി റോസ്ലെറ്റിൻ്റെയും മകൾ നാൻസി രാജൻ തമ്മിൽ കത്തോലിക്ക തിരുസഭാപ്രകാരം തത്സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൽ 20 പണറവിളയിടവക ചെറുതറവിളാകം മഞ്ഞോട്ടുകോണം വീട്ടിൽ
ശ്രീ ശോഭനകുമാരിയുടെയും ശ്രീമതി സൗഭാഗ്യവതിയുടെയും മകൻ അനിൽകുമാറും, നെയ്യാറ്റിൻകര രൂപത ഉള്ളവളെ ഇടവക വലിയവിള SS ഭവനിൽ ശ്രീ ഷാജിയുടെയും ശ്രീമതി സിനിയുടെയും മകൾ സ്മൃതിയും തമ്മിൽ കത്തോലിക്ക തിരുസഭാ നിയമപ്രകാരം തക്ക സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നെയ്യാറ്റിൻകര രൂപത ഉണ്ടൻകോട് ഇടവക ഉണ്ടൻകോട് KR ഭവനിൽ ശ്രീ ജോൺ ബ്രിജിറ്റിൻ്റെയും ശ്രീമതി സത്യറാണിയുടെയും മകൻ ബിബിനും, നെയ്യാറ്റിൻകര രൂപത ഉള്ളവളെ ഇടവക ഓങ്ങുള വീട്ടിൽ ശ്രീ രവീന്ദ്രൻ്റെയും ശ്രീമതി ഗീതാകുമാരിയുടെയും മകൾ സോഫിയയും തമ്മിൽ കത്തോലിക്ക തിരുസഭാ നിയമപ്രകാരം തക്ക സമയത്ത് വിവാഹം ചെയ്തുകൊള്ളാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വിവാഹങ്ങൾക്ക് കാനോനിക നിയമപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തക്ക സമയത്ത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ശേഖരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവീക പ്രകൃതിയുടെ നിത്യാനന്ദത്തിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു ഈ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞേ. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവബലി സമാപിച്ചു പോകുക. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ. ദൈവത്തിന് നന്ദി. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം, ധന്യേ മഹത്വം നിറഞ്ഞ കന്യേ മനോഹരിതായേ, ആമോദമാർന്നു നീ നൽക രക്ഷാസുതയ്ക്കുന്നുറവ. സ്വസ്തി സ്വർലോകറാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ.